അവരും ഗിരീഷ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ CP മാത്യു, വയനാടിന് പിന്നാലെ ഇടുക്കിയിലും ജനജീവിതം ദുഷ്കരമാക്കിക്കൊണ്ട് കാട്ടാന ആക്രമണങ്ങളും വന്യജീവി ആക്രമണങ്ങളും ഒക്കെ പെരുകുകയാണ്. വളരെ ശക്തമായ ഒരു പ്രതിഷേധ സമരത്തിലേക്കാണ് അവിടെ കോൺഗ്രസ് നീങ്ങുന്നത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് പാർട്ടി ഉന്നയിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ 2 മാസത്തിനപ്പുറം പൂപ്പാറയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 22 ദിവസം നിരാഹാര സമരം നടത്തിയതാണ്. നിരാഹാര സമരത്തിന്റെ നിദാനമായ കാരണമെന്ന് പറയുന്നത് 47 പേരുടെ ജീവൻ കാട്ടാന എടുത്തുകൊണ്ടുപോയി. അവിടെ അരിക്കൊമ്പൻ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ആ അരിക്കൊമ്പനെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ സമരം ചെയ്തത്. ആ അരിക്കൊമ്പനെ നീക്കം ചെയ്തു. പക്ഷേ ഈ കാട്ടാനകളും കാട്ടുപോത്തുകളും ഇറങ്ങി ഉണ്ടാക്കുന്ന മനുഷ്യദ്രോഹം, ജീവനാശം കാണാൻ ഈ ഗവൺമെന്റിന് കണ്ണില്ല എന്നുള്ളതാണ് സത്യം. ഇവര് തന്നെ ഭരണവും സമരവും നടത്തുന്നത് ശരിയല്ല. കാട്ടാനയെ അവർക്ക് ഒന്നുകിൽ മാധവ ഗാഡ്ഗിൽ പോലും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് ശല്യം ഉണ്ടാക്കുന്ന കാട്ടാനയാണെങ്കിൽ പോലും അതിനെ വെടിവെച്ച് എങ്ങനെ പോകുന്നേ. കാട്ടാന ഏത് മനുഷ്യദ്രോഹം വരുത്തുന്ന, മനുഷ്യജീവൻ അപകടം വരുത്തുന്ന മൃഗങ്ങളെ കൊല്ലാമെന്നും മാധവ ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട്. ഇവര് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഈ മൃഗവകുപ്പ്, വനം വകുപ്പ് എന്ന് പറയുന്നത് മാറ്റി മൃഗസംരക്ഷണ വകുപ്പ് മാത്രമാക്കി മാറ്റുന്നതായിരിക്കും നല്ലത്. അന്ന് അരിക്കൊമ്പനെ മാറ്റി ഞങ്ങൾ പറഞ്ഞു ഇവർക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് ഇവർ പറയുന്നത്. സ്വാതന്ത്ര്യമുണ്ട്. ചീഫ് വൈൽഡ് വാർഡനെ വെച്ച് പ്രശ്നക്കാരായ ആനകളെ വെടിവെക്കാൻ ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ അതുപോലുള്ള കാട്ടാനകളെ വെടിവെച്ചു കൊല്ലാൻ മനുഷ്യജീവൻ സ്നേഹിക്കുന്ന ആളുകൾ തയ്യാറാകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് നിർബന്ധിതമായാൽ ഞങ്ങളോട് പിണങ്ങിയിട്ട് പിന്നെ കാര്യമില്ല. 4 മനുഷ്യ സ്നേഹികൾ കോടതികളിൽ പോയി ഉണ്ടാക്കുന്ന വ്യവഹാര ശല്യമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഗവൺമെന്റിനെ ബുദ്ധിമുട്ടിക്കുന്നത് എങ്കിൽ നിയമം കയ്യിലെടുക്കാൻ, ജീവന് വേണ്ടി നിയമം കയ്യിലെടുക്കാൻ ഇനിയൊരു ജീവൻ കൂടി പോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അവിടെ ജീവൻ കയ്യിലെടുക്കാൻ തയ്യാറാകുന്ന ആനയെ തുരത്തുവാൻ, നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതമാകും. തിരുനെറ്റിക്ക് വെടിവെക്കാൻ ഞാൻ നേരത്തെ ഇവിടെ പൂപ്പാറയിൽ വെച്ച് പറഞ്ഞതാണ്. അതിന് ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ അതിന് ചീഫ് വാർഡിന് അതിനുള്ള അനുവാദമുണ്ട്, അത് നിയമമുണ്ട്. ആ നിയമം പാലിക്കാനും മനുഷ്യജീവനെ സംരക്ഷിക്കാനും കഴിയുന്ന ഗവൺമെന്റ് കഴിയുന്നില്ലെങ്കിൽ തിരുനെറ്റിക്ക് വെടിവെക്കാൻ അറിയാവുന്ന നല്ല വേട്ടക്കാരെ കൊണ്ടുവന്ന് നിയമം നോക്കാതെ ഞങ്ങളെ ജയിലടച്ചാലും കുഴപ്പമില്ല. ആ ആളുകളെ നിയമത്തിന്റെ പഴുത് നോക്കാതെ, നിയമം കയ്യിലെടുത്തുകൊണ്ട് ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ, കാട്ടുമൃഗങ്ങളെ സംരക്ഷിക്കാൻ, കാട്ടാനകളെ സംരക്ഷിക്കാൻ, കാട്ടുപോത്തുകളെ സംരക്ഷിക്കുവാനുള്ള അതിതീവ്രമായ സമരത്തിലേക്ക് ഞങ്ങൾ മുൻപോട്ട് പോകും. ഞാൻ അതിനായി 3 നാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പക്ഷേ LDF ഇപ്പോൾ കാണിക്കുന്നത് സമരത്തിന്റെ വെറും ഒരു നാടകമാണ്. ശ്രീ CP മാത്യു, ഈ നിയമം കയ്യിലെടുക്കുമെന്നൊക്കെ പറയുന്നത് ഈ സർക്കാർ സംവിധാനത്തോടുള്ള, നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയല്ലേ? സർക്കാർ സംവിധാനങ്ങളെ ഇത്തരം സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരികയല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്? സർക്കാർ സംവിധാനം നോക്കുകുത്തിയാകുമ്പോൾ ഇതല്ലാതെ മാർഗമില്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ നിയമം കയ്യിലെടുക്കാമെന്ന് ഗാന്ധി മഹാത്മജി പറഞ്ഞിട്ടുണ്ട്. അവിടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അവർക്ക് മനുഷ്യ ശല്യം ചെയ്യുന്ന മൃഗങ്ങളെ വെടിവെക്കാമെന്ന് ഉത്തരവ് കൊടുക്കാൻ ഗവൺമെന്റ് ഓർഡർ കൊടുത്താൽ മാത്രം മതി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അത് ചെയ്യാനുള്ള നിയമപരമായ ആനുകൂല്യമുണ്ട്. അത് ചെയ്യാൻ ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല. എന്നിട്ടുള്ള ഹർത്താൽ നല്ല കാര്യം. അതുകൊണ്ടാണ് നിയമം കയ്യിലെടുക്കുക. സ്വാതന്ത്ര്യ സമരത്തിൽ നിയമം കയ്യിലെടുത്തുകൊണ്ടാണ് സമരം ചെയ്യുവാൻ ഗാന്ധിജി ഞങ്ങളെ പഠിപ്പിച്ചത്. ഈ ജില്ലയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർബന്ധിതമാകും.